ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് പ്രിയങ്ക. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതിപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. ഒരു ദിവസത്തെ അന്ന് ചെല്ലുന്ന ദിവസത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ഞാനും മോളും ഹസ്ബൻഡോടാണ് ചേട്ടനോടാണ് പോകുന്നത്. ഇത് റൂമാണ്. റൂമിൽ കുഞ്ഞ് വന്ന ഉടനെ തന്നെ റൂമെല്ലാം ഓടിക്കളിച്ച് ഹസ്ബൻഡും എല്ലാവരും ഒരു ബിസിയിലാണ്. ഞങ്ങൾ റെഡിയായിട്ട് താഴോട്ട് ലുലുവിൽ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓല ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകുന്നതിൻ്റെ ഇത്. അപ്പം ഇങ്ങനെ ഓട്ടോയിൽ വിളിച്ച് ഞങ്ങൾ ലുലു എത്താറായി. ഇപ്പോൾ ലുലു എത്താറായപ്പോഴാണ് ഞങ്ങൾ എടുത്തത്. ദൂരം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ വീഡിയോ പിടിച്ചത് ലുലു എത്താറായപ്പോഴാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണണം, പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എന്നാലേ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ ഇഷ്ടമായെങ്കിൽ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഒത്തിരിയും എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, അതൊക്കെ ക്ഷമിച്ച് അതെല്ലാം കണ്ട് ഞാൻ അടുത്ത ഓരോ വീഡിയോയിലും നല്ലതായിട്ട് എല്ലാം കൊടുത്ത് ചെയ്തോളാം. വോയിസ് ഓവർ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് നല്ല കോൺഫിഡൻസ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോഴാണല്ലോ അറിയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എനിക്ക് വേണം. അപ്പോൾ ഇതാ നമ്മൾ ലുലുവിൻ്റെ അകത്തെത്തി. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ശനിയാഴ്ച ആണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ലുലു എൻട്രൻസ് ആയി ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചുമ്മാ വന്നതോ, ഒന്നും ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് ലുലുവിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതും കയറി. അപ്പം നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ റൂമിൽ. അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സൂവിൽ പോകണം, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, പിന്നെ ടൈം ഉണ്ടെങ്കിൽ ലുലുവിന് പോകണം. അപ്പോൾ ഞങ്ങൾ കയറി എസ്കലേറ്റർ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നടത്തും പരിപാടി ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ചെറുതായിട്ട് സ്നാക്ക് തിന്നാമെന്ന് വിചാരിച്ചു. കട്ട്ലറ്റും പരിപ്പ് വട, പഴംപൊരി, പിന്നെ ഞാനൊരു മിൽക്ക് ഷേക്കാണ് മേടിച്ചത്. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ പ്ലേ സോണിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കുഞ്ഞിക്ക് ഓരോന്നിൽ കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഗുണമാണ്. അത് നമുക്കല്ലാത്തവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മളിപ്പോൾ വൺ ഡേയിൽ വന്ന് പോവല്ലേ ചെയ്യുന്നത്. 1500 സംതിങ് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റും. പിന്നെ അതിപ്പോൾ നമുക്ക് നഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേണ്ട. പിന്നെ ഒരു വ്യക്തി കുഞ്ഞെ പറഞ്ഞ് മനസ്സിലാക്കി വന്നു. പിന്നെ അക്വേറിയമൊക്കെ ത്തിൻ്റെ ഒരു ഷോപ്പുണ്ടായിരുന്നു. അവിടെ കയറി കുഞ്ഞിക്ക് എല്ലാ മീനും അങ്ങ് ഇഷ്ടപ്പെട്ടു. മേടിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ബസ്സിലാണ് വന്നേക്കുന്നത് കൊണ്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലോട്ട് പോയി താഴെ. അപ്പം അവിടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല എന്തെങ്കിലും കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മേടിക്കാമെന്നൊക്കെ വെച്ച് കയറിയതാണ്. കുഞ്ഞിക്ക് അങ്ങനെ എല്ലാ ഡ്രസ്സൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല. ജീൻസ് ഷർട്ട് മോഡലുള്ള ഡ്രസ്സാണ്. പക്ഷേ കുഞ്ഞൊരു ജംപ് സ്യൂട്ടൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ എന്നാൽ ട്രെയിൻ അതുവഴി പോന്നു. അപ്പോൾ കുഞ്ഞിക്ക് അതിൽ കയറണം. അപ്പം ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പം 170 ഒരാൾക്ക് ചാർജ്. അപ്പം ഞാൻ വെച്ച് എന്നാൽ കുഞ്ഞ് പൊട്ടെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് കയറാന്നപ്പോൾ അവർ പറഞ്ഞു ഒരു പേരൻ്റ് കൂടെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും കയറിയിരുന്നു. കുഞ്ഞിയാണെങ്കിൽ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടേക്കുന്നതോടെ കുഞ്ഞിക്ക് പോകാത്ത എങ്ങനെയാണ് എന്തുവാന്നൊക്കെ ഒന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അടങ്ങിയതിനകത്ത് ഇരുന്ന് കാണുന്നുണ്ട്. എല്ലാവരുടെയും പേരൻസ് കൂടെ ഉണ്ട്. ഞങ്ങൾ 2 റൗണ്ട് ഇവർ കൊണ്ടുപോയായിരുന്നു. അപ്പം കുഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുക ട്രെയിനകത്തിരുന്ന്. കുഞ്ഞ് സെക്കൻഡ് ടൈമാണ് ഇങ്ങനത്തെ ട്രെയിനിൽ കയറുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ തമിഴ്നാട്ടിൽ താമസിക്കുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ടൈം. ആദ്യത്തെ ടൈം കയറിയപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെയൊക്കെ ഇവിടെല്ലാം തമിഴ്നാട്ടിൽ വെച്ച് കയറിയപ്പോൾ അന്ന് ഇച്ചിരി ചെറുതാണ്. അപ്പോൾ ആൾ ചെറുതായതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. എന്നെ ഇങ്ങനെ പിടിച്ചും മുറുകിയായിരുന്നു ഇരുന്നത്. ഇപ്പോൾ കുഞ്ഞിക്ക് ഒരു പേടിയില്ല. അമ്മ കയറിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് കുഞ്ഞ് ഇരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് അവിടെ തന്നെ കയറി. ഒന്നും മേടിച്ചൊന്നുമില്ല. ഞങ്ങൾ കുഞ്ഞിക്കൊരു ചെരുപ്പ് മാത്രം മേടിച്ചു ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് കുഞ്ഞിയുടെ റീൽസ് എടുപ്പാണ് ഈ കാണുന്നത്. കുഞ്ഞ് ഭയങ്കര റീൽസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എന്തൊക്കെയോ കാണിക്കും. കറക്റ്റായിട്ട് കാണിക്കുന്നതൊന്നുമില്ല. വീഡിയോ ഒക്കെ കണ്ടിട്ട് തന്നെ പഠിച്ചാണ് ഇതൊക്കെ കാണിക്കുന്നത്. കുഞ്ഞ് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടെ റീൽസ് എടുത്തു. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോസ്. അപ്പം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.